ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നു. അതിനു മുൻപ് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു അവരുടെ വികസന സ്വപ്നങ്ങൾ. നരേന്ദ്രമോദി ഈ വരുന്ന 23-ാം തീയതി, 45 ദിവസം എന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ കൃത്യമായ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, 23-ാം തീയതി വരും, അതിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അതിൽ തിരുവനന്തപുരത്തെ സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ടോ നിലവിൽ? കാരണം പല പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലിയായി ഈ സർക്കാരിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും തലസ്ഥാനം കേരളത്തിനകത്ത് തലസ്ഥാനമാണ് തിരുവനന്തപുരം ജില്ല. പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് കേരളത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് തിരുവനന്തപുരം കാണുന്നത്. അപ്പോൾ ഇവിടെ ഇടക്കാലത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ വന്നെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് വികസനങ്ങൾ വളരേണ്ടുന്നതായിട്ടുമുണ്ട്. അതിനകത്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നടക്കാത്തൊരു സംഭവമാണ് നടന്നത്. ബി.ജെ.പിയുടെ അധീനതയിൽ തന്നെ ഇവിടെ ഒരു ഭരണം വരികയും മേയറായി വി രാജേഷ് വരികയും ചെയ്തു. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളാണല്ലോ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. അത് പ്രകാരം ജയിക്കുമ്പോൾ അവർ മേയറായി വരും. അപ്പം ആ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ാം തീയതി വരുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എപ്പോഴും ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന കാര്യങ്ങളാണ്. വികസനങ്ങൾ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അത് കാണാനും കേൾക്കാനും കൊതിക്കാനും എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്. അല്ലാതെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ ഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം വരുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പഴയകാല സംഭവം തന്നെ ഞാൻ നോക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വളരെ അതൊക്കെ പ്രധാനമന്ത്രി ശ്രദ്ധയിൽ ഇവിടെ തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ സർക്കാർ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ഹൈക്കോടതി ബെഞ്ച് വേണമെന്നുള്ളത് എത്രയോ കാലത്തായ ആഗ്രഹമാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് കേസ് കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥർ വരെ പോകേണ്ടുന്നത് കൊച്ചിയിലാണ്, എറണാകുളത്താണ്. എന്തെല്ലാം നിസ്സാരമായ 1-2 കേസുകൾക്ക് പോലും ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെല്ലാം അവിടെ പോയി 2-3 ദിവസം തങ്ങേണ്ടി വരും. പിന്നീടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ പോലും സെക്രട്ടേറിയറ്റ് നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബെഞ്ച് ഇവിടെ വേണമെന്നുള്ളത്. ഈ ബെഞ്ച് വേണമെന്നുള്ള ഇപ്പോഴത്തൊന്നുമല്ല, 1950 കാലഘട്ടത്തിന് ശേഷമേ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നതങ്ങ് പോയതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ശശി തരൂർ MP ആയിരുന്ന സമയത്താണ് ഇതിന് തുടക്കമൊക്കെ ഇട്ടത്. പക്ഷേ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. 3 ടേൺ വരെ ജയിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അത് എല്ലാ പ്രകടന പത്രികയിലും അദ്ദേഹം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ശശി തരൂർ MP പോലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങളല്ല. കാരണം ഇതെല്ലാം സർക്കാരിൻ്റെ മാത്രമല്ല, നഗരസഭയുടെ അല്ല, MP എന്ന നിലയിലും ഇത് ചീഫ് ജസ്റ്റിസിനാണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ് ഇതിൻ്റെ ഫുൾ പവർ. അപ്പോൾ അവരോടൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാമായിരുന്നു. അത് നടന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഹൈക്കോടതി ബെഞ്ച് ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടുത്തണം. അതിനെല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളെ മെട്രോയെക്കുറിച്ച്, മെട്രോ നഗരത്തെക്കുറിച്ച്, ട്രെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പറയുമ്പോഴും ഈ മെട്രോയെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ഒരു സ്ഥലപരിമിതിയുടെ പ്രശ്നം തിരുവനന്തപുരത്തുണ്ട്. സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗങ്ങളിലെല്ലാം ശരിയായി വന്നു തുടങ്ങി. കഴക്കൂട്ടം തൊട്ട് ഇങ്ങോട്ടൊക്കെ മേൽപ്പാലങ്ങൾക്ക് വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഉള്ള ഈ മേൽപ്പാല റോഡുകളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും പാപ്പനംകോട് വരെയൊക്കെയാണ് ഇപ്പോഴത്തെ സംവിധാനങ്ങളിൽ വരുന്നത്. ഇനിയും അങ്ങോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. പ്രാവച്ചമ്പലത്ത് നെയ്യാറ്റിൻകര വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടെത്തേണ്ടുന്നതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും, വലിയ സ്ഥല പരിമിതികൾക്ക് കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് അല്ലേ, കേന്ദ്രം പ്രഖ്യാപിച്ചാൽ വളരെ വേഗത്തിൽ മെട്രോ നടപ്പിലാക്കുക. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ കേരള സർക്കാരുമായിട്ട് ചേർന്ന് തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണല്ലോ വിഴിഞ്ഞം തുറമുഖം തന്നെ. നമുക്കറിയാവുന്ന വിഷയങ്ങളല്ലേ. വിഴിഞ്ഞം തുറമുഖം വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നതാണെങ്കിൽ ഇപ്പോൾ അത് പോവാതെ ശക്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനകത്ത് തീർച്ചയായിട്ടും കേരള സർക്കാരായാലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ എല്ലാ പിന്തുണയും അതിനകത്തുണ്ടായിരുന്നു. വികസന കാര്യങ്ങളിൽ എല്ലാവരും ഒന്നാകുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മളെ പല ഭാഗങ്ങളിൽ വരുന്നവർക്കും വിഴിഞ്ഞം തുറമുഖം ഇന്ന് വലിയ ഉപകാരപ്രദമായ കാര്യങ്ങളല്ലേ, വൻ വികസന പദ്ധതികളല്ലേ അതുവഴി വരുന്നത്. തീർച്ചയായിട്ടും അത്തരം പ്രഖ്യാപനങ്ങൾ കുറച്ചും കൂടെ ദീർഘമായ പ്രതികരണങ്ങളോടുകൂടിയുള്ള പ്രതികരണമായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അതോടൊപ്പം തന്നെ മറ്റ് വേറെ എന്തെല്ലാം വികസനമുണ്ട്? ഈ റോഡ് വികസനത്തെ കുറിച്ചും വലിയ
ബ്ലോക്കുകളും മറ്റു പ്രതിസന്ധികളും ഉണ്ടെന്ന്. അതെ അതെ. അത് ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി ലെവലിൽ വരുന്ന കാര്യങ്ങളിലും നമ്മളെ തലസ്ഥാനത്ത് വികസന കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആ ലെവലിലേക്ക് അല്ലെങ്കിലും മേയർ എന്നുള്ള അല്ല, അതാണ് അത് പലരും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പല മറ്റ് ഏത് ജില്ലകൾ പരിശോധിച്ചാലും ഒരു 10-30 വർഷമായി അവർ ആ സ്ഥലങ്ങളുടെ എല്ലാം മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു മാറ്റവും വരാത്തത് തിരുവനന്തപുരത്താണ്. ഇത് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു വീഴ്ച കൂടിയല്ലേ തിരുവനന്തപുരത്തെ പരിഗണിക്കാത്തൊരു അവസ്ഥ? അല്ല, അത് തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ കറക്റ്റാണ്. ഞാൻ അതിനകത്ത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുതരാം. നമ്മളെ മ്യൂസിയം നോക്കുക. മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ എത്രയോ ടൂറിസ്റ്റുകളാണ് അകത്ത് വന്നിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഓരോ ദിവസം വന്നു പോകുന്നവരും. പക്ഷേ ആ കവാടം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുക, ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കാണാം. ഇന്നും പഴയ മാതിരി ചെറ്റക്കുടിൽ മാതിരി താഴെ ഇരിക്കുന്നവരാണ്. അതിനുള്ള സംവിധാനങ്ങളേ ഇല്ല. താഴെ ഇരുന്ന് ആ പഴയ കച്ചവടം മാതിരിയുള്ള കച്ചവടം. അവർക്ക് പുതിയ വികസന കാര്യങ്ങൾ വരുമ്പോൾ കാണുന്നതിന് ഒരു ഇത്രയും വന്ന 100 കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വന്നു കയറുന്നൊരു ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് എത്രയോ. അപ്പോൾ അവിടെയൊക്കെ റോഡ് വികസനമല്ല, ഇത് തന്നെ നല്ല കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനം വേണം. അതിന് കൂട്ടച്ചേർത്ത് എന്ന് പറയാം. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനുമായിട്ട് ചേർന്ന് പുറകോട്ട് പോകുന്നതാണ് കനകനഗർ റോഡ്. ഈ കനകനഗർ റോഡിലാണ് അന്ന് എനിക്ക് തോന്നുന്നത് പ്രശാന്ത് മേയറായിരുന്ന സമയത്താണ് തോന്നുന്നു ഒരു 10-20 പേർക്ക് താമസിക്കാനുള്ള കടകൾ കെട്ടിക്കൊടുത്തു. പക്ഷേ അദ്ദേഹം ചെയ്ത് നല്ല കാര്യമാണ്. പക്ഷെ അത് ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടകൾ തമ്മിൽ മുഖാമുഖം നോക്കുന്ന മാതിരിയാണ്. മ്യൂസിയം പോലീസിലോട്ടുള്ള ഒരു 10-25 കടകളുണ്ട്. ആ കടയിൽ നോക്കി ഈ കടയിൽ നോക്കേണ്ടതാണ്. അങ്ങനെയാണോ? കടയെന്ന് പറഞ്ഞാൽ ഒരു കടകൾ പറഞ്ഞാൽ 20 കടകളിൽ ഇപ്പുറത്ത് വന്ന ആൾക്കാർക്ക് സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയല്ലേ. ഇപ്പോഴും ആ കടയിൽ വന്ന് സാധനം പോലും വാങ്ങിക്കാൻ പറ്റും കട ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഓരോ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾക്കും ജാഥകൾക്കും ലോക്ഭവനിലും സെക്രട്ടേറിയറ്റും പോകാൻ വരുമ്പോഴത്തേക്കാണ് ഇവിടെ കടയുണ്ടെന്ന് പോലും അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ മൊത്തം ആ ഒരു 20ഓളം കടകളുണ്ട്. ആ കടയിൽ ഒരു സൈഡ് തന്നെ മൊത്തം വെട്ടിമാറ്റി ഒരു നല്ല രീതിയിൽ വരണം എന്നുള്ളത് ഇത് ഞാൻ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് കൂടി ഞാൻ പറയുകയാണ്. ഇതൊരു വികസന പദ്ധതികളിൽ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത് കൂടിയാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ല, അതാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കും, പക്ഷെ പൂർണ്ണമായി തന്നെ വലിയ വീഴ്ചയാണല്ലേ. ഇപ്പോൾ ഏറ്റവും അവസാനം പരിശോധിച്ച് നോക്കിയാൽ വിവാദമായതാണ് ഈ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള പാർക്കിംഗ് സൗകര്യം. അവിടെ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു. അവിടെ ആ കുറച്ച് കാറുകളോ കുറച്ച് ബൈക്കുകളോ മാത്രം പാർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ കോടാനുകോടി രൂപയാണ് അവിടെ ചിലവഴിച്ചത്. അത് അഴിമതി കഥകളും ഉണ്ട് അതിൽ. ഇത് പദ്ധതി ചെയ്യും, പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാതെ മാറുന്ന ചില പദ്ധതികളുണ്ടല്ലോ. ഉണ്ട്. അത് ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ AG's ഓഫീസായാലും സെക്രട്ടേറിയറ്റ് ആയാലും കളക്ടറേറ്റ് ആയാലും കോഴിക്കോട് തൊട്ട് കണ്ണൂരില്ലെങ്കിലും കോഴിക്കോട് എന്തിനേറെ എറണാകുളത്തുള്ള മാക്സിമം ആൾക്കാരൊക്കെ വരുന്നത് നിത്യവുമാണ് വരുന്നത്. അവർക്കൊരു യഥാർത്ഥത്തിൽ ഒരു അണ്ടർ പാസേജോ അല്ലെങ്കിൽ മേൽപ്പാലമോ ഇല്ല എന്നുള്ളത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. രാവിലെയൊക്കെ വന്നിട്ട് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഓടി അന്തം വിട്ട് ഓടുകയാണ്. ഒന്നും ക്രോസ് ചെയ്യുന്നതിനുള്ള സംവിധാനമില്ല. അതായത് കേരളത്തിനകത്ത് ആകെ മുഖാമുഖമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രമാണ്, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനുമായിട്ടുള്ളത്. ബാക്കി അല്ല, അത് പണ്ട് മുതലേ പറയുന്നതാണ്. ഈ ഓട്ടോ തൊഴിലാളികളാണ് അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അല്ല, അതിപ്പം അവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേറെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പം അവരുടെ കച്ചവടമൊക്കെ നടക്കാതെ ഒന്നും പോകുന്നില്ല. ഇപ്പോൾ ഏത് കാര്യത്തിന് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് വികസന കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇപ്പം ഈ പറയുന്ന ആലോചിച്ചില്ലേ, ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി വൈകുന്നേരമായി കഴിഞ്ഞാലോ ഇവിടുന്ന് ഇറങ്ങി. അതുകൊണ്ട് മേൽപ്പാലം ആവശ്യം തന്നെയാണ്. അണ്ടർ ബ്ലോക്ക് വളരെ ആവശ്യമാണ്. ഈ റൂട്ടിലേക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് കുറയ്ക്കാൻ പാടില്ല. കാരണം അത്രത്തോളം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വരുന്നു MLA-മാരും മന്ത്രിമാരും ഒക്കെ വന്നിട്ട് പോകുന്നുണ്ട്. അവർക്കെല്ലാം വരുമ്പോഴത്തേക്ക് പോകാമല്ലോ. പക്ഷേ സാധാരണ ജനമല്ലേ അതുവഴി കടന്ന് ഓടുന്നത്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അവിടുത്തെ ട്രെയിനിൻ്റെ സമയത്തിന് ഒരു മാറ്റം വരുത്തും. ഈ ഇവിടെ 10 മണിക്കാണ് സെക്രട്ടേറിയറ്റിലായാലും എല്ലായിടത്തും പോകാനുള്ളത്. ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈം പോലും എനിക്ക് തോന്നുന്നത് 9:45 10 മണിയാണ്. ഇതൊരു സമയമെങ്കിലും റെയിൽവേക്കാണ് ചുമതല, റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്. അവരെ ഏൽപ്പിക്കുക, ഒന്നുകിൽ അവരെ അറിയിക്കുക, ഇങ്ങനെ ടൈം ഒരു 9:00 9:15 ആക്കുക. ഇത് കാരണമാണ് ജനങ്ങൾ പല ഓഫീസുകളിലും പോകുമ്പോൾ ലേറ്റായി പോകും. ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പഞ്ചിങ് പ്രകാരം അവർക്ക് ലീവായി പോകും. പക്ഷേ അത്തരം സംവിധാനത്തിന് ട്രെയിനിനൊരു സമയം വരുത്തിയാൽ പോരെ. ഇതൊക്കെ ചെയ്യേണ്ടുന്ന വിഷയങ്ങളല്ല, നിസ്സാരമായ കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് പ്രധാനമന്ത്രി തന്നെ 1 മണിക്കൂറോളം ഇരുന്ന സ്ഥലമാണ്, കണ്ടതാണ്.
ആ സ്ഥലത്താണ് ഇത്തരം പദ്ധതികൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ വികസനങ്ങൾ വരേണ്ടുന്ന ആവശ്യമാണ്. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്.